മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോതമംഗലം മൂന്നുകല്ലിലെ ശാന്തയെ കൊലപ്പെടുത്തിയത് സുഹൃത്തെന്ന പോലീസ്. അടിമാലി സ്വദേശി രാജേഷിനായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ശാന്തയുടെ ഫോൺ കോളുകളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചെന്നും പോലീസ് പറഞ്ഞു. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, കോതമംഗലത്തെ ശാന്തയെ കൊലപ്പെടുത്തിയത് സുഹൃത്തെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അടിമാലി സ്വദേശിയായ രാജേഷിനായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. എന്തെല്ലാമാണ് വിവരങ്ങൾ? ഊന്നുകല്ലിന് സമീപം ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിൽ കൊലപ്പെടുത്തി ഒളിപ്പിച്ച നിലയിലായിരുന്നു കഴിഞ്ഞ ദിവസം ശാന്തയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഈ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയും തുടർന്ന് പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ശാന്തിയെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നു. ബന്ധുക്കളടക്കം തന്നെ പരിശോധന നടത്തുന്നു. അതിലൊന്നും തന്നെ മൃതദേഹം തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷമാണ് പിന്നീട് മെഡിക്കൽ പോസ്റ്റ്മോർട്ടം മറ്റും നടന്നതിന് ശേഷമാണ് ഈ DNA അടക്കം തന്നെ എടുത്തതിനു ശേഷമാണ് ഇത് ശാന്തയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്? കൂടാതെ തന്നെ ശാന്തയുടെ മൃതദേഹം ലഭിക്കുന്ന സമയത്ത് തന്നെ ശാന്ത ധരിച്ചിരുന്ന 12 പവനോളം വരുന്ന ആഭരണങ്ങളോ അല്ലെങ്കിൽ ശാന്തയുടെ ദേഹത്തെ വസ്ത്രങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു മോഷണ ശ്രമമാണോ എന്ന രീതിയിലുള്ള അന്വേഷണം അടക്കം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ ശാന്തയുടെ കൊലപ്പെടുത്തിയത് ശാന്തയുടെ സുഹൃത്താണെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അടിമാലി സ്വദേശിയായിട്ടുള്ള രാജേഷ് ആണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇരുവരും തമ്മിൽ ഏറെ കാലമായിട്ടുള്ള സൗഹൃദമാണ്. ഈ ശാന്തയുടെ ഫോൺ അടക്കം തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. ഈ ഫോൺ അടക്കം തന്നെ പരിശോധിച്ചപ്പോഴടക്കം തന്നെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച്. കൂടാതെ തന്നെ മൃതദേഹം കണ്ടെത്തുന്ന സമയത്തും രാജേഷ് ഈ പരിസര പ്രദേശങ്ങളിൽ അടക്കം ഉണ്ടായിരുന്നു എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ രാജേഷിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഊർജിതമാക്കിയിരിക്കുന്നത്. ഈ പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള വൈദികന്റെ ഉടമസ്ഥയിലുള്ള ഹോട്ടലും വീടുമായിരുന്നു. ഈ ഹോട്ടലിന്റെ മാലിന്യ ടാങ്കിൽ നിന്നായിരുന്നു ശാന്തയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ വീടിന്റെ അടുക്കള ഭാഗത്തെ വർക്ക് ഏരിയയിലെ ടാങ്കിലാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ തന്നെ ഒരു മോഷണ ശ്രമം നടന്നിട്ടുള്ളതായ അടക്കം തന്നെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ ഒരു വൈദികൻ പരാതി നൽകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അത്തരത്തിൽ വീണ്ടും ഒരു മോഷണ ശ്രമമാണോ നടന്നത് എന്ന രീതിയിലുള്ള അന്വേഷണം അടക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ടായിരുന്നു. ഈ വീട്ടിൽ ദുർഗന്ധം വമിച്ചതിനെ തുടർന്നാണ് പോലീസ് പരിശോധന നടന്നതും പിന്നീട് ശാന്തയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് 18-ന് ശാന്തയെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയപ്പോൾ ഈ ഒരു ബന്ധുക്കൾ വിവരം അറിയിക്കുകയും ഇത് ശാന്തയുടെ മൃതദേഹമാണോ എന്നടക്കമുള്ള ഒരു പരിശോധന നടത്താൻ മൃതദേഹം തിരിച്ചറിയാൻ അടക്കം തന്നെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ബന്ധുക്കൾക്ക് സംഭവ സ്ഥലത്തെത്തിയെങ്കിലും ഈ ഒരു മൃതദേഹം തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ വെച്ച് ശനിയാഴ്ച മൃതദേഹം ശാന്തയുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നത്. നിലവിപ്പോൾ ശാന്തയുടെ കൊലപാതകം നടത്തിയത് സുഹൃത്ത് തന്നെയാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഒരു കൊലപാതക ശ്രമം നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇരുവരും തമ്മിൽ സൗഹൃദമുണ്ട്, ഏറെ നാളത്തെ സൗഹൃദമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മോഷണ ശ്രമമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ ഈ സൗഹൃദം വേർപെട്ടതും മറ്റു വല്ലതുമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് രാജേഷിനെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ രാജേഷിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്. കാർത്തു. ശരി, കോതമംഗലം ഊന്നുകല്ലിലെ ശാന്തയെ കൊലപ്പെടുത്തിയത് സുഹൃത്തെന്ന പോലീസിന്റെ കണ്ടെത്തൽ. അടിമാലി സ്വദേശിയായ രാജേഷിനായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ശാന്തയുടെ ഫോൺ കോളുകളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചെന്നും പോലീസ് പറയുന്നുണ്ട്. ഊന്നുകല്ലിലെ ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിലേക്കുള്ള ഓടയിലാണ് ശാന്തയുടെ മൃതദേഹം കണ്ടെത്തിയത്. ദേശീയപാതയുടെ അരികിൽ മൃഗാശുപത്രിക്ക് സമീപമുള്ള വീടിനോട് ചേർന്നുള്ള മാലിന്യ ടാങ്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വൈദികന്റെ ഉടമസ്ഥതയിലുള്ള ഇരുനില വീടും മുൻപിലുള്ള ഹോട്ടലിനും സമീപത്താണ് ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തുന്നതും പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്.
ഇപ്പോൾ ശാന്തയെ കൊലപ്പെടുത്തിയ എന്ന കേസിൽ സുഹൃത്തിനെയാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. അടിമാലി സ്വദേശിയായ രാജേഷിനായി തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്.